Hello students, we have the idea of convergence of net, and different from that, for convergence we have a point as a limit of the net. Here we define a point to be a cluster point of the net. A net as from D to X is said to be convergent to the point x element of x. Convergence ആണ് പറയുന്നത്, പഴയ കാര്യമാണ്. If for all neighborhood u of x, there exists m element of D such that for all n greater than or equal to m, s an element of the taken neighborhood u of x. അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കി ആലോചിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റഡ് സെറ്റിൽ ഡയറക്ഷൻ ഉണ്ട്, നമുക്കൊരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. ആ സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവൻ ടേംസും നമ്മളെടുത്ത ഓപ്പൺ സെറ്റ് അല്ലെങ്കിൽ നെയ്ബർഹുഡിലാകുന്നത് പോലെ. അതാണ് കൺവേർജൻസിനുള്ള കണ്ടീഷൻ. Now we say that x is a cluster point of the net S. X element of x, അതാണ് ഞാൻ x ഇവിടെ എഴുതിയിരിക്കുന്നത്. X element of x is a cluster point of the net S. If for every neighborhood u of x, യുവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് പകരമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ യുവിൻ്റെ ഏത് നെയ്ബർഹുഡ് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് യു എടുത്താലും ഒരു സ്റ്റേജ് ഉണ്ട്, അത് കഴിഞ്ഞാൽ മുഴുവനോടെയാന്ന് പറയുന്ന കൺവേർജൻസ്. ഇപ്പോൾ നമുക്ക് എല്ലാ എം എലമെൻ്റ് ഓഫ് ഡിക്കും പ്രൂവ് ചെയ്യണം. ഒരു സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. ഫോർ ഓൾ എം എലമെൻ്റ് ഓഫ് ഡി, ഫോർ ഓൾ എം എലമെൻ്റ് ഓഫ് ഡി, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് ചോയ്സ് ഉണ്ട്. മറ്റടുത്ത് ദെയർ എക്സിസ്റ്റ് എം എലമെൻ്റ് ഓഫ് ഡി സച്ച് ദാറ്റ് ആഫ്റ്റർ ദാറ്റ് ഓൾ ആർ മെമ്പേഴ്സ് ഓഫ് യു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഫോർ ഓൾ എം എലമെൻ്റ് ഓഫ് ഡി ദെയർ എക്സിസ്റ്റ് എൻ എലമെൻ്റ് ഓഫ് ഡി സച്ച് ദാറ്റ് ഇതൊക്കെ ഡിയിലെ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ എഴുതുന്നത്. സച്ച് ദാറ്റ് എന്നാ എസ് ഫ്രം ഡി ടു എക്സ് ആണ്. അപ്പോൾ ഈ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് എസ് എൻ എടുക്കാം. എസ് എൻ എലമെൻ്റ് ഓഫ് യു നമ്മളെടുത്ത എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റിൽ. ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവനും വേണമെന്നില്ല, പക്ഷേ എല്ലാ എം എലമെൻ്റ് ഓഫ് ഡിക്കും വേണം. ഏത് നെയ്ബർഹുഡ് യു എടുത്താലും ഏത് എം എലമെൻ്റ് ഓഫ് ഡി എടുത്താലും ഡിയിലെ അത് എം കഴിഞ്ഞത്തെ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കണം. ദെയർ ഇസ് എൻ എലമെൻ്റ് ഓഫ് ഡി സച്ച് ദാറ്റ് n greater than or equal to m and s an element of u. n greater than or equal to m ഇതിനെ കഴിഞ്ഞിട്ട് വേണം, and s an element of u. Then x is said to be a cluster point of s. അപ്പോൾ നമുക്ക് വേറെ രണ്ട് ഡെഫിനിഷൻസ് പരിചയമുണ്ട്. ഇവൻച്വൽ സെറ്റ്, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവനും ഒരു സെറ്റിലാണെങ്കിൽ അതിനെ ഇവൻച്വൽ സെറ്റ് എന്ന് പറയും. അതുപോലെ കോഫൈനൽ സബ്സെറ്റ്സ് ഓഫ് ദ ഡയറക്റ്റഡ് സെറ്റ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ അതല്ലേ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ. എസ് ഇൻവേഴ്സ് യു നോക്കിയാൽ, എസ് ഇൻവേഴ്സ് യു എന്ന് പറഞ്ഞാൽ ഡിയുടെ സബ്സെറ്റ് ആയിരിക്കും. യുവിലെ മെമ്പേഴ്സിനെയാണ് എസ് എൻ ആയിട്ട് നമ്മളിപ്പോൾ പരിഗണിക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ഡി എടുത്തു കഴിഞ്ഞാൽ എസ് ഇൻവേഴ്സ് യു ഡിയിലെ മുഴുവനും ഇല്ല. അതെങ്ങനെയാണ്? ഏത് നമ്പർ എടുത്താലും അതിനേക്കാൾ വലിയൊരെണ്ണം, ഏത് നമ്പർ എം എടുത്താലും അതിനേക്കാൾ വലിയൊരെണ്ണം എവിടെയാണ് വന്നത്? എസ് ഇൻവേഴ്സ് യുവിലുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് യുവിലുണ്ടെന്ന് പറഞ്ഞാൽ എസ് ഇൻവേഴ്സ് യുവിൽ കറസ്പോണ്ടൻസ് ഡിയിൽ നിന്നുണ്ട്. സോ എസ് ഇൻവേഴ്സ് യു ഇസ് എ കോഫൈനൽ സബ്സെറ്റ് ഓഫ് ഡി എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. യു സബ്സെറ്റ് ഓഫ് എക്സിലെ ക്ലസ്റ്റർ പോയിന്റിന്റെ കണ്ടീഷൻ കിട്ടുമ്പം എസ് ഇൻവേഴ്സ് യു ഡിയുടെ സബ്സെറ്റ് ആണ്. അവിടെ ഏത് എം എടുത്താലും അതിനേക്കാൾ വലിയ ഒരെണ്ണം എസ് എൻ എലമെന്റ് ഓഫ് യു ആകുന്നത് പോലെ ഉണ്ട്. എസ് ഇൻവേഴ്സ് യു എന്ന് പറയുന്നതുകൊണ്ട് എസ് എൻ യുവിലാകുകയും ചെയ്യും, എസ് ഇൻവേഴ്സ് യു കോഫൈനൽ സബ്സെറ്റ് ഓഫ് ഡി ആകുകയും ചെയ്യും. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇങ്ങനെയും പറയാം, എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എസ് ഇഫ് ഫോർ എവറി നെയ്ബർഹുഡ് യു ഓഫ് എക്സ് എസ് ഇൻവേഴ്സ് യു ഈസ് എ, ഈ കണ്ടീഷൻസ് പറയുന്നതിന് പകരം എസ് ഇൻവേഴ്സ് യു ഈസ് എ കോഫൈനൽ സബ്സെറ്റ് ഓഫ് ഡി എന്ന് വേണമെങ്കിലും പറയാം. ഇതാണ് ക്ലസ്റ്റർ പോയിന്റിന്റെ ഡെഫിനിഷൻ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു തിയറം കൂടിയുണ്ട്. ഒരു സിമ്പിൾ തിയറമാണ്. സപ്പോസ് എസ് ഫ്രം ഡി ടു എക്സ് ഈസ് എ നെറ്റ് and f is a cofinal subset of D. അത് ടെക്സ്റ്റിൽ കോഫൈനൽ സബ്സെറ്റ് ഓഫ് എസ് എന്നാണ് എഴുതിയേക്കുന്നത്. എസ്സിനെല്ലാം നിങ്ങൾക്ക് അറിയാം, എസ് നെറ്റിൻ്റെ പേരാണ്. ഡയറക്റ്റഡ് സെറ്റിനാണ് കോഫൈനൽ സബ്സെറ്റ് ഉണ്ടാവുക. അതങ്ങനെ തിരുത്തി വായിക്കാം, ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ. കോഫൈനൽ സബ്സെറ്റ് ഓഫ് ഡി, ഇതാണ് കറക്റ്റ്. ഇഫ് എസ് റെസ്ട്രിക്റ്റഡ് ടു എഫ് ഫ്രം എഫ് ടു എക്സ് കൺവേർജസ് ടു എ പോയിന്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ്, ദെൻ എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എസ്. ഒരു പാർട്ടേ പ്രൂവ് ചെയ്യാനുള്ളൂ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഒന്നുമല്ല. എസ് റെസ്ട്രിക്റ്റഡ് ടു എഫ് ഫ്രം എഫ് ടു എക്സ് കൺവേർജസ് ടു എ പോയിന്റ്, ഒരു കൺവേർജൻസ് വന്നിട്ടുണ്ട്. എസിൻ്റെ അല്ല, ഈ കോഫൈനൽ സബ്സെറ്റ് എഫിലെ കൺവേർജൻസ് ആണ് വന്നിരിക്കുന്നത്. എഫ് ഈസ് എ കോഫൈനൽ സബ്സെറ്റ് ഓഫ് ദ ഡയറക്റ്റഡ് സെറ്റ് ഡി. അതോർക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് ദ നെറ്റ്. സോ വി ടേക്ക് ആൻ ഓപ്പൺ സെറ്റ് യു containing
ഓപ്പൺ സെറ്റ് അല്ലെ നെയ്ബർഹുഡ് കണ്ടെയ്നിങ് എക്സ്, നെയ്ബർഹുഡ് ഓഫ് എക്സ്. യു ബി എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. ക്ലസ്റ്റർ പോയിന്റ് എന്നാ വേണ്ടത്? ഏത് നെയ്ബർഹുഡ് എടുത്താലും ഏത് എം എലമെന്റ് ഓഫ് ഡി എടുത്താലും. ആൻഡ് യു ബി എ നെയ്ബർഹുഡ് ഓഫ് എക്സ് ആൻഡ് എം ബി എൻ എലമെന്റ് ഓഫ് ഡി. ഏത് എം എലമെന്റ് ഓഫ് ഡി എടുത്താലും നമുക്ക് എന്നാ വേണം? ഇത് കഴിഞ്ഞ് ഡിയിലൊരു പോയിന്റിൽ എസ് എൻ എലമെന്റ് ഓഫ് യു ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതിന് നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഒരു കോഫൈനൽ സബ്സെറ്റ് ഓഫ് ഡി ആണെന്നും എസ് റെസ്ട്രിക്റ്റഡ് ടു എഫ് ഫ്രം എഫ് ടു എക്സ് കൺവേർജസ് ടു ദ സെയിം പോയിന്റ്, ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിലേക്ക് തന്നെയാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എസ് റെസ്ട്രിക്റ്റഡ് ടു എഫ് കൺവേർജസ് ടു, അത് ഫ്രം എഫ് ടു എക്സ് ആണ് എന്നുള്ളത് ഓർത്തോണം. കൺവേർജസ് ടു ദ സെയിം പോയിന്റ് എക്സ്. കൺവേർജൻസ് ആണെങ്കിൽ എന്താ? ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും. ഇവിടെ ഇപ്പം നമ്മൾ ക്ലസ്റ്റർ പോയിന്റിന്റെ ആവശ്യത്തിലേക്ക് ഒരു ഓപ്പൺ സെറ്റ് യു എടുത്തിട്ടുണ്ട്. അതേ ഓപ്പൺ സെറ്റ് തന്നെ ഇതിന്റെ കൺവേർജൻസിന്, എല്ലാ ഓപ്പൺ സെറ്റിനും ശരിയാകണം. അപ്പോൾ അതേ ഓപ്പൺ സെറ്റിന് തന്നെ ഇതിന്റെ കൺവേർജൻസ് ഉപയോഗിക്കണം. എസ് റെസ്ട്രിക്റ്റഡ് ടു എഫ് കൺവേർജസ് ടു എക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് യു ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ് ആയതുകൊണ്ട് എന്ത് പറ്റും? there exists എ സ്റ്റേജ്. പക്ഷെ സ്റ്റേജ് എവിടെയാ? എഫിലാ. എം ഒരെണ്ണം ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ M1 എന്ന് പറയുക. there exists M1 element of F such that for all n greater than or equal to M1 Sn element of U. പക്ഷെ ഇത് എവിടെയാ? ഫ്രം എഫ് ടു എക്സ്. അപ്പോൾ ഈ എന്നും എഫിലെയാണ്, ഈ എന്നും എഫിലെയാണ് എന്നുള്ളത് ഓർക്കുക. സോ വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ടു മെമ്പേഴ്സ് ഓഫ് ഡി. എം എലമെന്റ് ഓഫ് ഡി ഉണ്ട്. M1 എഫിലാണ്, പക്ഷെ അത് ഡിയിലാണെന്നും പറയാം. M1 എലമെന്റ് ഓഫ് ഡി ആണ്. So by property of directed set there exists another member n1, say n1 element of D such that n1 greater than or equal to m and n1 greater than or equal to m1. ഇതിനെക്കാട്ടിലും രണ്ടിനേക്കാളും വലുത് ഡിയിലുണ്ട്. പക്ഷേ നമുക്ക് ഈ എസ് എൻ എലമെന്റ് ഓഫ് യു എന്ന് കിട്ടണമെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞത് എഫിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ n1നേക്കാൾ വലിയ എഫ് ഇസ് എ കോഫൈനൽ സബ്സെറ്റ് ഓഫ് ഡി. അപ്പോൾ ഡിയിൽ ഏത് മെമ്പർ എടുത്താലും അതിനേക്കാൾ വലിയ ഒരാൾ എഫിലുണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ n1 ഡിയിലാണെങ്കിൽ n1 എലമെന്റ് ഓഫ് ഡി ഇംപ്ലൈസ് n1 ഡിയിലാണ്, എഫ് കോഫൈനൽ സബ്സെറ്റ് ആണ്. n1 എലമെന്റ് ഓഫ് ഡി ഇംപ്ലൈസ് there exists n എലമെന്റ് ഓഫ് എഫ് such that, അങ്ങനെ എഫിൽ ഒരാളെ കിട്ടും, such that n greater than or equal to n1. ഇനി നമ്മളുടെ കാര്യങ്ങളെല്ലാം ആയി. n greater than or equal to n1, n1 greater than or equal to m1, n greater than or equal to n1, n1 greater than or equal to m. ഇത് രണ്ടും നമുക്കുണ്ട്. അപ്പോൾ m1നേക്കാൾ വലുതാകുകയാണെങ്കിൽ അപ്പോഴൊക്കെയും m1നേക്കാൾ വലുതാവുകയാണെങ്കിൽ അപ്പോഴൊക്കെയും എസ് എൻ എലമെന്റ് ഓഫ് യു ആണ്. അപ്പോൾ നമ്മുടെ എസ് എൻ യുവിലെ മെമ്പറാണ്, എസ് എൻ എലമെന്റ് ഓഫ് യു ആണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന എഫിലെ മെമ്പറായിട്ടാണ്. എസ് എൻ എലമെന്റ് ഓഫ് യു ആയതുകൊണ്ട് എന്താ? ഫോർ എവരി നെയ്ബർഹുഡ് യു ഓഫ് എക്സ് ആൻഡ് ഫോർ എവരി എം എലമെന്റ് ഓഫ് ഡി there exists എസ് എൻ എലമെന്റ് ഓഫ് യു ആകാൻ വേണ്ടിയാണ് നമ്മൾ എഫിലെ ആക്കിയത് കേട്ടോ. നമുക്ക് എസ് റെസ്ട്രിക്റ്റഡ് ടു എഫ് എന്ന് പറയുന്ന നെറ്റിനെ കൺവേർജൻസ് ഉള്ളൂ. അപ്പോൾ ഫ്രം എഫ് ടു എക്സ് ആണത്. എഫിലെ പോയിന്റ്സിനെ നമുക്ക് എസ് എൻ എലമെന്റ് ഓഫ് യു ആയിട്ട്, ഡിയിലെ എല്ലാ പോയിന്റ്സിനും പറ്റത്തില്ല. എഫിലുള്ളതാണെങ്കിൽ അതിനെ എസ് എൻ എലമെന്റ് ഓഫ് യു ആക്കത്തുള്ളൂ. അതിനാണ് നമ്മൾ എൻ എലമെന്റ് ഓഫ് എഫ് പരിഗണിച്ചത്. അതിനുവേണ്ടിയാണ് എൻ എലമെന്റ് ഓഫ് ഡി മതിയായിരുന്നു. എസിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണെന്ന് പറയാൻ ഡിയിൽ പോയിന്റ് മതി. പക്ഷെ യുവിൽ കൊണ്ടുവരണമെങ്കിൽ ഇപ്പം നമുക്ക് എസ് റെസ്ട്രിക്റ്റഡ് ടു എഫ് ഫ്രം എഫ് ടു എക്സിന്റെ കൺവേർജൻസേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എഫിലെ പോയിന്റ്സ് പരിഗണിച്ച് ആ വഴിക്കാണ് എത്തുക. സോ for every open set U containing or every neighborhood U of X there exists, and for every M element of D ഏതും എടുത്താലും there exists n element of F ആണ്. അപ്പോൾ n element of D ആണ്. there exists n element of D such that S n element of U. So X is a cluster point. X is a cluster point of S. This is the theorem. ഈ ഒരു തിയറം മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി വരുന്നത് സബ്നെറ്റും അതിൻ്റെ ഒരു തിയറം കൂടെയാണ്. അതുകൊണ്ട് ഈ പോർഷൻ അവസാനിക്കുകയാണ്. പിന്നെ നമുക്ക് ഫോമോട്ടോപ്പി എന്നൊരു ചെറിയ ടോപ്പിക്കേ ഉള്ളൂ. ഇത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു.